ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കുറച്ച് ചെടി വാങ്ങിയേ. ഇത് കല്ലെടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ടി വിയുടെ, അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയേക്കുവാണേ. അപ്പം ഞാൻ മേടിച്ച് ചെടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിയേ. ഇപ്പോഴാണ് സമയം കിട്ടിയത്, അപ്പം നടാം. ഞാൻ ചെടിച്ചട്ടി ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഈ ഒക്കെ ചെടിച്ചട്ടിയിലാണ് ഇപ്പം ചെറിയ ചട്ടിയിലാണ് വെക്കുന്നത്. ഇവിടെ വലുതായി കഴിയുമ്പോൾ വലിയ ചട്ടി വെക്കുക. ഇത് തൂക്കിയിടുന്ന ചട്ടിയാണ്, പക്ഷെ ഇതിനകത്ത് ഞാനങ്ങ് ഇടുക. നിൽക്കടാ, അതിനകത്തോട്ടിടാം. ആ ചട്ടിയിലോട്ട് ഹോളിട്ട് കൊടുക്കട്ടെ. ഇത് കണ്ട, ഇവിടെയൊക്കെ ഹോളിട്ട് കൊടുത്തിട്ട് പതിയെ അങ്ങ് നടട്ടെ. ഞാനിപ്പം ചട്ടിയുടെ ചുവട്ടിൽ ചകിരിയാണ് ഇടുന്നത്. എന്താണോ കയ്യിൽ, കല്ലാണോ കിട്ടുന്നത്, കല്ലോ ചകിരിയോ എന്തെങ്കിലുമൊക്കെ ചുവട്ടിലിടും. ഒരാൾ കല്ലും കൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ജീവാമൃതം ഗ്രോ മീഡിയ എന്നൊക്കെ പറഞ്ഞ സാധനം, ഇതിൻ്റെ പരസ്യമൊന്നുമല്ല. അപ്പോൾ ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ട്രീറ്റ് ചെയ്ത മണ്ണ്, ചകിരിച്ചോറ്, വളം എല്ലാം കൂടി ഇട്ടതാണ്. അപ്പോൾ അത് മാത്രമേ ഇടുന്നുള്ളേ. അപ്പോൾ ഈ ചെടി ഒന്ന് പിടിച്ച് കിട്ടണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഞാൻ വേണ്ടേ ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. ഇനി ഇത് കുറച്ച് ഇടുക. ഇതാണ്ട, ഇതും ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാണിക്കാവേ. പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാമറ അനങ്ങുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്, മണ്ണും അതും ഇതും എല്ലാം കൂടെ. അപ്പം ഞാനിതങ്ങ് മേടിച്ചത് എനിക്കല്ലേ തന്നെ മണ്ണിന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയത് കാരണം. എന്താടാ, ഉമിയെല്ലാം ഉള്ളതാണെന്നാണ് പറഞ്ഞത്. വളമുള്ള മണ്ണിൽ തന്നെ ആദ്യം വെക്കുവാണെങ്കിൽ പിന്നെ ഇത് കൂടെ ഇതിനകത്തൊന്നും ചെയ്യണ്ട. കണ്ടോ? അപ്പോൾ ഞാൻ ഇതിലോട്ട് നട്ട് വെക്കട്ടെ. എവിടെ പോയി കുഞ്ഞേ? ഈ കുഞ്ഞിനെയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇത് ബ്ലാക്ക് വെൽവെറ്റാണ്, അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്, മഞ്ഞയായി ഒക്കെ കണ്ടിച്ച്. അപ്പോൾ ഇത് കുഴിച്ച് വെച്ച്, ഇതെനിക്ക് ലേറ്റായിട്ടാണ് കൊറിയർ കിട്ടിയത്, താമസിച്ചു. അത് കാരണം തന്നെ ഒരില മഞ്ഞ കളറായിട്ടുണ്ട്. ഓണത്തിൻ്റെ സമയമൊക്കെ ആയതിൻ്റെ ഒക്കെ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്തായാലും വെച്ച് നോക്കി പിടിച്ചു കിട്ടുമോ നോക്കാം. സെയിം തന്നെ ആ ചട്ടിയാണ്, വെള്ള തന്നെ ചട്ടി. ഈ ചട്ടിയിൽ ഞാൻ ചകിരി ഇട്ടിട്ട് ഞാൻ അതിനകത്ത് വെക്കുന്ന അതുപോലെ തന്നെ ചെറിയൊരു ചെടിയുണ്ട്. ഇത് ചെറിയ ചെടിക്ക് ചെറിയ ചട്ടി. ഇത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വിലയാണ് ഇതിനൊക്കെ. ഇത്രയും ചെറുതാണ് സാധനം. കണ്ടോ, എൻ്റെ കയ്യിൽ കൊള്ളാമത്ര. അപ്പം ഇത് ഈ ചട്ടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് മണ്ണിട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിക്കാം. ഇത് ഇച്ചിരി ഏറെ അങ്ങിട്ട്. ഇത് ഞാൻ മേടിച്ചതിൻ്റെ കാരണം, ഇത് വളമുള്ള മണ്ണ് മേടിക്കുകയാണെങ്കിൽ, വളം മേടിച്ച് ആദ്യം തന്നെ അത് വളത്തോടെ കൂടി ഇടുവാണെങ്കിൽ പിന്നെ എനിക്ക് കൂടെ പാവ എന്തി കൂട്ട കൂടെ മണ്ണ് മാറ്റണ്ട. അതാണ് ഉദ്ദേശം. അങ്ങ് ചെല്ലടാ, ഇതേ കളിച്ചു. ഇത് ചേച്ചി അവിടെ ചെല്ലടാ, കല്ലേ കളിച്ചോ. വാവെ വിളിക്ക്. വാവ വന്നിട്ടുണ്ടായിരുന്നേ ഇതിട്ട് കളിക്കാൻ. ഇവിടെ എല്ലാം ആകെ പ്രശ്നമാകും. അപ്പം വെയിലത്ത് പോകല്ലേ. എവിടെ വാവ എന്ത് നോക്കി? കുട എടുത്തോ. വാവയ്ക്കും വാവയുടെ കൂടെ കൊടുക്ക്. കുഞ്ഞിൻ്റെ കൂടെ താണ്ട കസാരയിൽ വാവയ്ക്ക് കൊടുത്തേ. അപ്പം ഏകദേശം ഇങ്ങനെ. കണ്ണിലൊന്നും കൊള്ളല്ലേ. ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കാനായിട്ട് കുടയുമായിട്ട് പോയിട്ടുണ്ട്. അപ്പം
വലിയ വെയിലൊന്നുമില്ല, കുട എടുത്തന്നേ ഉള്ളൂ. അപ്പം ഞാനിത് നിറച്ചു. ഇത് വെക്കാം. മിറ്റിലി ചവിട്ടിയിട്ടാണ് കാല് കൊള്ളുന്നത്. വെച്ചിട്ട് കാണിക്കാവേ. അപ്പം കണ്ട, നല്ല ഭംഗിയല്ലേ ഈ ചെടി. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് അങ്ങ് വെച്ചേക്കുവാണേ. ഓക്കെ, ശരി. ഇവർ രണ്ടുപേരും നോക്കി കണ്ടോ, അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ചട്ടിയാണ് ഇത് രണ്ടുപേരും. നല്ല ഭംഗിയല്ലേ, ക്യൂട്ട്. ഇതിന് തിങ്ങി നിറഞ്ഞ് വളരണം, എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ. ഇതൊക്കെ ഫിലോഡെൻഡ്രോൺ ആണ്. അറിയാമെന്ന് തോന്നുന്നു, മിക്കവർക്കും അറിയാവുന്ന ചെടികളൊക്കെയാണ്. നല്ല വിലയുടെ ചെടിയാണ്, നല്ല കട്ടി ഇലയ്ക്കൊക്കെ. ഇതും ഫിലോഡെൻഡ്രോൺ ആണ്. എനിക്ക് ഫിലോഡെൻഡ്രോണിൻ്റെ ഏതൊക്കെ ഇതാണെന്ന് പറയാൻ അറിയത്തില്ല, കണ്ടാൽ അറിയാവുന്നതേ ഉള്ളൂ ചെടി ഏതാണെന്ന്. അപ്പോൾ ഇത് ഈ ഒരെണ്ണത്തിനകത്ത് വെക്കാം. വലുത് ഭയങ്കര വലുപ്പമൊക്കെ വെക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് വലുതായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവേ. ഓക്കെ, ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇത് നമുക്കപ്പോൾ ഇതിനകത്ത് വെക്കാം, വലുതാകുന്നതിനനുസരിച്ച് മാറ്റാം. ഓക്കെ, ഇനി വെച്ചിട്ട് കാണിക്കാം. അപ്പം ഇത് ഞാൻ ഇതിനകത്ത് വെച്ചു കേട്ടോ. ഈ ചെടി ഇതിനകത്ത് വെച്ചു. ഇത് മാറും, ഇത് വളരുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി കൊടുക്കും. എല്ലാം വൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും, ചെറുതെല്ലാം. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ബ്ലാക്കിനകത്ത് തന്നെ വെക്കാം. പുറത്ത് വെക്കാൻ ചട്ടി മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിപ്പം തൽക്കാലം ഇവിടെ വെച്ചിട്ടൊന്ന് വേരൊക്കെ ആയി കഴിയുമ്പം മറ്റേ വെള്ളി ചട്ടി കൂടെ എടുക്കാം. അല്ലെങ്കിലേ വാവയാണെങ്കിൽ എല്ലാ ചട്ടിയും വന്ന് കളയും. ഇപ്പം തന്നെ വലിയ പരിപാടിയൊക്കെ അവിടെ. എന്തോടുക്കും ഞാൻ ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ചെടി ഇതിനകത്തോട്ട് വെക്കുക. ഈ പൂട്ടിൽ വലുതായി കഴിയുമ്പം ചട്ടിയൊക്കെ മാറി സുന്ദരമായ ചട്ടി വെക്കാം. അപ്പം ഞാൻ ഇത് ഇതിനകത്താക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വളർന്നു വരട്ടെ. ഓക്കെ, അപ്പോൾ വേറെ ലാസ്റ്റുള്ള ചട്ടിക്കകത്ത് ലാസ്റ്റ് ചെടി വെക്കാം കേട്ടോ. ഇതങ്ങ് വെക്കാം. ഓക്കെ, അപ്പം എല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞു. ഇത് ചെടി ഞാൻ മാറ്റും എന്തായാലും, കാരണം ഇത് ഒത്തിരി വലുതാകുന്ന ഇലയുള്ള ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. ഇത് മാറ്റണം എന്തായാലും പിടിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഈ സാധാരണ ചട്ടിയിലോട്ട് വെച്ചതാണേ. ഇത് ഇതിനകത്തിരിക്കട്ടെ. ഇതും അങ്ങനെ നല്ല വലുതാകും, നല്ല ഭംഗിയുള്ള ഇലയൊക്കെയാണ്. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇപ്പം തന്നെ അതിൻ്റെ ഭംഗി കണ്ടോ. അങ്ങനെ ഇത് പിന്നെ ഇത് വെൽവെറ്റ് പോലാണ്. വെൽവെറ്റാണ് പോലെ, നമ്മുടെ അലോക്കേഷ്യ വെൽവെറ്റ്. ഇത് നല്ല ഭംഗിയാണ്. ഇതിപ്പം കളറ് മാറി ഞാൻ 2-3 ദിവസം താമസിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം വെച്ച ചെടികളൊക്കെയാണിത്. ഈ ചെടികളെല്ലാം വെച്ചു. ഇത് നേരത്തെ ഇരുന്നതാണ് സ്പൈഡർ. ഇതെല്ലാം വെച്ചിട്ട് ഇപ്പം നല്ല രസമല്ലേ എനിക്ക്. ഇതിൻ്റെ പുറമെ ഞാനൊരു ചട്ടി ഉണ്ട്. ഇത് ഇച്ചിരി വലുതായിട്ട് എന്തായാലും ആ ചട്ടിയിലോട്ട് വെക്കുന്നുള്ളൂ, വെള്ള ചട്ടിയെ. അപ്പം എല്ലാം വെള്ളയാകും. ഇവിടെ ഉള്ളതെല്ലാം അപ്പം വെള്ളയാകും, വെള്ളച്ചട്ടികൾ. ഇതെങ്ങനെ വെള്ളം നനഞ്ഞ കുഞ്ഞിൻ്റെ ഉടുപ്പേൽ കാണിച്ചേ? ഉടുപ്പ് ആണോ? ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, വിശേഷം, ചെടി വിശേഷം. ഓക്കെ, ബൈ ബൈ, സീ യു. ഓക്കെ.